പേരുമാറ്റം അതൊക്കെ ഒരു പുതിയ കാര്യമാണോ? പ്രത്യേകിച്ചും NDA സർക്കാരിന്റെ കാലത്ത്. അതെ, പേരുമാറ്റമൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നത് ഭീതിയോടെ അല്ലാതെ നോക്കിക്കാണാനാകില്ല. ഏറ്റവും പുതിയ വിവാദം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ നിന്ന് ഗാന്ധിയെ ഒഴിവാക്കി എന്നത് മാത്രമല്ല, ആ പേര് തന്നെ പാടെ മാറ്റിയിരിക്കുന്നു എന്നതുകൂടിയാണ്. പൂജ്യബാപ്പു ഗ്രാമീൺ റോസ്റ്റർ ഗ്യാരണ്ടി യോജന എന്നായിരുന്നു ആദ്യം പ്രചരിച്ച പേരെങ്കിൽ ലോക്സഭാ അംഗങ്ങൾക്ക് പരിശോധനയ്ക്കായി നൽകിയ ബില്ലിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ നിന്ന് വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്കർ അജീവിക മിഷൻ ഗ്രാമീൺ എന്നായി മാറിയിരിക്കുന്നു. അതിനെ ഒന്നുകൂടി ചുരുക്കി BBG റാംജി ബിൽ എന്നും വിളിക്കാം. അല്ല, പേരിന് അങ്ങനെ ഒരു മാനം നൽകുന്നതിൽ അത്ഭുതപ്പെടാനുമില്ല. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയിൽ നിന്ന് മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തെത്തുമ്പോൾ സംഭവിക്കുന്നത് കേവലം ഒരു പേരുമാറ്റം മാത്രമല്ല, പദ്ധതി നടപ്പിലാക്കുന്നതിനകത്തുള്ള കാതലായ മാറ്റങ്ങൾ കൂടിയാണ്. 125 നിർബന്ധിത തൊഴിൽ ദിനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കണ്ണിൽ പൊടിയിടാനാണെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ മാത്രമേ പ്രധാനമായും ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ. പദ്ധതി സജീവമായി നടപ്പാക്കുന്ന കേരളത്തിന് ഇത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതായത് തൊഴിലുറപ്പിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഉറപ്പ് നഷ്ടപ്പെടുകയാണെന്ന് ചുരുക്കം.